പത്തനംതിട്ട അടൂരിൽ ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിൽ 2 പ്രതികളും പോലീസുകാരും അടക്കം 6 പേർക്കാണ് പരിക്കേറ്റത്. തകർന്ന പോലീസ് വാഹനം കണ്ടാൽ ആരുടെയും ഉള്ളുലയും. യാത്രക്കാർ ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചു എന്ന് കരുതിയാലും അതിശയപ്പെടാനില്ല. റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതികൾ 2 പേരുമായി പത്തനംതിട്ടയിൽ നിന്നും അടൂർ വഴി കൊട്ടാരക്കര ജയിലിലേക്ക് പോവുകയായിരുന്നു കോയിപ്പുറം സ്റ്റേഷനിലെ വാഹനം. ഈ വാഹനത്തിന് പിന്നിലായാണ് KSRTCയുടെ വേണാട് ബസ് വന്നിടിക്കുന്നത്. കോയിപ്പുറം സ്റ്റേഷനിലെ ASI ഷിബു എസ് രാജൻ, CPOമാരായ മുഹമ്മദ് റഷാദ്, സുജിത്ത്, ഒപ്പം തന്നെ 2 പ്രതികൾ വെണ്ണിക്കുളം സ്വദേശികളായിട്ടുള്ള 2 പ്രതികൾ അടിപിടി കേസിൽ പിടിയിലായിട്ടുള്ളവരാണ്. ഇങ്ങനെ 5 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പിന്നിൽ വശത്താണ് വാഹനത്തിന് ഇടികിട്ടുന്നത്. അങ്ങനെ നിയന്ത്രണം തെറ്റിയ ജീപ്പ് കറങ്ങി നിൽക്കുന്നു. ഒപ്പം തന്നെ നിയന്ത്രണം തെറ്റി ആദ്യഘട്ടത്തിൽ ജീപ്പിലിടിച്ച വാഹനം പിന്നീട് തൊട്ട് മുന്നിൽ പോയ ഒരു KSRTC ബസ്സിൽ കൂടി ഇടിച്ചാണ് ഈ അപകടമുണ്ടാകുന്നത്. വേണാട് ബസ് നമ്മുടെ പത്തനംതിട്ട ഭാഗത്തു നിന്ന് വന്നിട്ട് സ്റ്റാൻഡിൽ കയറിയിട്ടില്ല, നേരെ കൊട്ടാരക്കര റൂട്ടിലേക്കാണ് തിരിഞ്ഞത്. അപ്പോഴും ഞാനും വണ്ടി ഒതുക്കി കൊടുത്തു, എൻ്റെ വണ്ടി ഒതുക്കി കൊടുത്തു. പിന്നെ ലെഫ്റ്റ് പിടിച്ച് പോയപ്പോഴത്തേക്കും ഇടി കഴിഞ്ഞു. പിന്നെ എൻ്റെ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ പിന്നെ വന്ന് തിരിച്ചു നോക്കിയപ്പോൾ പോലീസ് വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. ASI സാറിന് നല്ല പരിക്കുകളുണ്ടായിരുന്നു, കയ്യിലും ശരീരത്തൊക്കെ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് 2 പോലീസുകാരുടെ CT സ്കാനൊക്കെ ഇന്നലെ രാത്രി തന്നെ എടുത്തു. ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. പ്രതികളിൽ ഒരാൾക്ക് ചെറുതായിട്ട് കവിളിലൊരു പരിക്ക് മാത്രമേ ഉള്ളൂ, ഒരാൾക്ക് നട്ടലിന് ഫ്രാക്ചറുണ്ട്. കായംകുളം ഡിപ്പോയിലേതാണ് KSRTC ബസ്. വാഹനം ഓടിച്ചിരുന്നത് താമരക്കുളം സ്വദേശി രാജേന്ദ്രൻ എന്നുള്ള ആളാണ്. ഡ്രൈവറെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ടാവുമെന്ന് കണക്കാക്കുന്നു. വാഹന പരിശോധനയും പൂർത്തിയായിട്ടുണ്ട്. എന്താണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? കൃത്യമായി പറയാൻ പറ്റുന്നില്ല, എങ്കിലും തട്ടപ്പോയിൻ്റ് വന്നപ്പോൾ വണ്ടിക്ക് എന്തോ കംപ്ലയിൻ്റ് ഉണ്ടായിന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. ഡ്രൈവർ പോയി എന്ന് പറഞ്ഞു എന്നാണ് യാത്രക്കാർ പറയുന്നത്. നയനം തിയേറ്ററിന് സമീപത്ത് വെച്ച് മുൻപിൽ പോയ പോലീസ് വാഹനത്തിൽ ഇടിക്കുകയും ആ പോലീസ് വാഹനം പോയി അതിന് തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ഇടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അപകട കാരണത്തെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. അന്വേഷിച്ചതിന് ശേഷം അക്കാര്യങ്ങൾ പറയാം. ഈ ബസ്സിലെ യാത്രക്കാരി ഷീജ എന്ന ആൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ സംഭവത്തെ തുടർന്ന് 1 മണിക്കൂറിലധികം സമയം MC റോഡിൽ ഗതാഗതവും സ്തംഭിച്ചിരുന്നു. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.